Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. തിരഞ്ഞെടുപ്പിന് മുൻപേ കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന ചർച്ചകളിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ മാറ്റത്തിന് തയ്യാറല്ലെന്ന് ഉറച്ച നിലപാടിലാണ് കെ സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ ജയവും ഉപതെരഞ്ഞെടുപ്പുകളിലെ തിളക്കമാർന്ന ജയവും അതിന് കാരണമായുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവിന് സമ്പൂർണ്ണ പുനഃസംഘടന അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സുധാകരപക്ഷം. പദവി സ്വയമൊഴിയില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ AK ആന്റണിയെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എതിർപ്പുണ്ടെങ്കിലും തീരുമാനം നടപ്പിലാക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഇതിനിടയിൽ നിലവിലെ ചർച്ചകൾ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്ന് യൂത്ത് കോൺഗ്രസും മുന്നറിയിപ്പ് നൽകുന്നു. ഹൈക്കമാൻഡും സുധാകരനും ഉറച്ചു നിൽക്കുമ്പോൾ ചോദ്യം ഇതാണ്: ഹൈക്കമാൻഡോ ഹൈക്കമാൻഡോ? അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ജേക്കബ് ജോർജിലേക്ക് പോകുന്നു. ശ്രീ ജേക്കബ് ജോർജ്, എല്ലാ കാലഘട്ടങ്ങളിലും KPCC അധ്യക്ഷ സ്ഥാനം, കോൺഗ്രസിലെ നേതൃമാറ്റം, മുഖ്യമന്ത്രി സ്ഥാനം ഇതൊക്കെ പലപ്പോഴും ചർച്ചയാവുകയോ അതിനു മുൻപ് നടക്കുന്ന ചർച്ചകൾ നമ്മൾ കാണുകയോ ചെയ്തിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വളരെ സന്തോഷത്തോടു കൂടി മാറിയ ആളുകളുടെ ചരിത്രം വിരളമാണ് താനും. വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കുകയാണോ ശ്രീ ജേക്കബ് ജോർജ്? പഴയതല്ല, പഴയ കാര്യങ്ങളൊക്കെ വേറെ തരത്തിൽ കുറച്ചും കൂടെ ഗുരുതരമായി, കുറച്ചും കൂടെ വഷളായ രീതിയിൽ അവതരിക്കുകയാണ് വീണ്ടും. ഇതൊക്കെ വളരെ അങ്ങേയറ്റം ഗ്രേസ്ഫുള്ളായിട്ട് കോൺഗ്രസ് നടപ്പിലാക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതിന് കഴിയും, കേരളത്തിലെ കോൺഗ്രസിന് അതിന് കഴിയും. ഇന്നും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കോൺഗ്രസ് ശക്തമാണ്, സജീവമാണ്, ചലനാത്മകമാണ് കോൺഗ്രസിലെ പ്രവർത്തകർ. അതൊക്കെയാണ് നമ്മുടെ ഇതുപോലെയുള്ള ഉച്ചപ്പാട്ടിലും വേളത്തിലൊക്കെ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാർ, ഇടത്തട്ടിലുള്ളവർ, താഴെയുള്ള അണികളൊക്കെയും ഊർജ്ജസ്വലരാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഒരു നേതാവിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കടിപിടിയായി. നാണക്കേടാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. വളരെ അങ്ങേയറ്റം മാന്യമായിട്ട്, അങ്ങേയറ്റം സൗമ്യതയോടെ, സമന്വയത്തോടെ ഒരു തീർപ്പ് ഉണ്ടാക്കാവുന്ന കാര്യം ഇന്നിപ്പോൾ അങ്ങേയറ്റം വഷളായിരിക്കുന്നു. ഇനി എങ്ങോട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോകുക എന്ന് അറിയാൻ പറ്റത്തില്ല. നാണക്കേടാണ്. ആത്യന്തികമായിട്ട് വേണ്ടിയിരുന്നത് ഒരു സംസ്ഥാന പ്രസിഡന്റിനെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ, ജില്ലാ നേതൃത്വത്തെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള ഒരു ശേഷി, ഒരു ആർജവം കോൺഗ്രസ് എന്ന സംഘടനയ്ക്കില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. മുമ്പൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ, സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ബഹളവും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പ്രസിഡന്റും നേതൃത്വവും കമ്മിറ്റിയും ഒക്കെ രൂപം കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗമയൊന്ന് വേറെയാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസ് നേതൃത്വത്തിന്, ഹൈക്കമാൻഡിനാവട്ടെ സംസ്ഥാന നേതൃത്വത്തിനാവട്ടെ ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയമായ കാര്യം. ഡോക്ടർ അരുൺ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ നന്ദാവനത്തെ മുസ്ലിം അസോസിയേഷൻ ഹാളിൽ അന്ന് വയലാർവിയോട് പരാജയപ്പെട്ട് മടങ്ങുന്ന AK ആന്റണിയുടെ ഒരു ചിത്രമുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. KPCC അധ്യക്ഷ സ്ഥാനത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്താ. കറക്റ്റ്. അതെ റിപ്പോർട്ട് ചെയ്താണ് അരുൺ. അതെ, ഒടുവിൽ ആ വയലാർവിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വയലാർവി പിന്നീട് ലീഡറുമായി പിണങ്ങി പിരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, കാര്യങ്ങളെ വസ്തുതാപരമായി നമ്മൾ സമീപിക്കുകയാണെങ്കിൽ എന്താ ഇപ്പോഴത്തെ പ്രശ്നം? 3 തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അതിലൊന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. 9-ാം തീയതി ഒരു പക്ഷേ 9-ാം തീയതിക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ KPCCയുടെ തലപ്പത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് വേണം. 2, അടുത്ത നവംബർ-ഡിസംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 2026 പാതിയാകുമ്പോഴേക്കും, മെയ് മാസമാകുമ്പോഴേക്കും, നമ്മൾ സംസാരിക്കുന്ന ഈ സമയമാകുമ്പോഴേക്കും അടുത്ത വർഷം കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരേണ്ട സമയമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ നയിക്കാൻ ആവശ്യമായ ഒരു ആരോഗ്യം കേസിനില്ല.
കേസ് ഇന്ത്യയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരുപക്ഷെ കേസിനോളം തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഈ ഘട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ പ്രശ്നം ഒരു തീരുമാനമെടുക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ കേസ് അംഗീകരിക്കുന്നില്ല, കേസിനോടൊപ്പം നിൽക്കുന്നവർ അംഗീകരിക്കുന്നില്ല. ഇനി കേസ് മാറിയാൽ പകരം വരുന്ന ആളെക്കുറിച്ചുള്ള ആശങ്കയിൽ മറ്റു ചില നേതാക്കളും അംഗീകരിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. ഇങ്ങനൊരവസ്ഥയിൽ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എന്താണ് പാർട്ടിക്ക് മുമ്പിലുള്ള അവസ്ഥ? ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കേസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റിയേ മതിയാകൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള പോംവഴി? ഡോക്ടർ മോഹൻ വർഗീസ്. ഡോക്ടർ അരുൺ, ഇവിടെ രണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിൻ്റെ ആരോഗ്യ പ്രശ്നം. രണ്ട്, അദ്ദേഹത്തെ മാറ്റാനായി തയ്യാറെടുത്തിരിക്കുന്ന ഹൈക്കമാൻഡിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒരു ആരോഗ്യ പ്രശ്നം. ആ രണ്ടാമത്തെ ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നമ്മളിപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കാരണം കെ സുധാകരൻ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന് MP സ്ഥാനം നൽകിയത്. ഒരു വർഷം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വൻ ഭൂരിപക്ഷത്തിൽ 1 ലക്ഷത്തിൽ പരം വോട്ടിന് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് 5 വർഷത്തേക്ക് ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി കണ്ടെത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായി വന്ന ഒരു കാര്യമല്ല ആരോഗ്യ പ്രശ്നം. കുറേ കാലമായി ഈ പ്രശ്നമുണ്ട്. മയോ ക്ലിനിക്കിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചതാണ്. ശ്രീ പിണറായി വിജയൻ ലഭിച്ചതുപോലെ അതേ ക്ലിനിക്കിൽ തന്നെ അമേരിക്കയിൽ പോയി ചികിത്സ ലഭിച്ചതാണ്. അപ്പോൾ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആധികാരികമായ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കാൻ എന്തോ വിമുഖതയുണ്ട്, അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട്. അതൊരു നാച്ചുറൽ ചോയ്സ് ഇവിടെ ഇല്ല എന്നതാണ് ഡോക്ടർ അരുൺ. അപ്പോൾ സാധാരണഗതിയിൽ സുധാകരൻ്റെയൊക്കെ ഒരു തലപ്പൊക്കം എന്ന് പറയുന്നത് കണ്ണൂരെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് കെ സുധാകരനാണെന്ന് ഓർക്കണം. കണ്ണൂരെ വിഖ്യാതരായ നേതാക്കൾ കെ കരുണാകരൻ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്ന് വന്ന് തൃശ്ശൂർ താമസമാക്കിയ നേതാക്കളാണ്. പക്ഷേ അവർക്കൊന്നും കഴിയാത്ത രീതിയിൽ കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിക്ക് തിരിച്ചടിയായി കോൺഗ്രസിന് നൽകി കോൺഗ്രസിനെ വലിയ രീതിയിലുള്ള ഒരു അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത ഒരു ഇതിഹാസ നായകനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സ്റ്റേച്ചറിനോട് തുലനം ചെയ്യാവുന്ന ഒരാൾ കോൺഗ്രസ് പാർട്ടിയിൽ തലയെടുപ്പോടുകൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേതാവാക്കി മാറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. AICC പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിലൂടെ നിയമിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ആ ഒരു പാരമ്പര്യമുള്ള ഗ്രാൻഡ് ഹോൾ പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോകാനൊരു ഭയം, വിമുഖത, ഇത് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പം ആ ഒരു കാര്യം അവിടെ നിലനിൽക്കെ ഹൈക്കമാൻഡ് കൾച്ചർ ഊട്ടി ഉറപ്പിക്കണം എന്ന് ഒരു വശത്ത് ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് ഇഷ്ടമുള്ള, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാൾ, സ്വന്തമായി വലിയ തലപ്പൊക്കത്തിൽ ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ കൊണ്ട് തീർച്ചയായും ഈ 3-ാം ഊഴം പിണറായി വിജയൻ സർക്കാരിനെ നിയന്ത്രിച്ച് നിർത്താനാവുമോ? 2 ഊഴം കഴിഞ്ഞ് 3-ാം തുടർ ഭരണത്തിലേക്ക് നീങ്ങും എന്ന രീതിയിൽ ഇപ്പോൾ കാര്യമായി സംസാരമുള്ളപ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് ഒരു പാൻ കേരള ഒരു മുഖമുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ടായിരിക്കെ ചെറിയ പേരുകളാണ് വരുന്നത്. പലപ്പോഴും വരുന്നത് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഉപജാതിയുടെയോ ഡിനോമിനേഷൻ്റെയോ അടിസ്ഥാനത്തിൽ ഡോക്ടർ അരുൺ ഒരു പേര് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ചില പേരുകളിലേക്ക് വരുമ്പോൾ, ഇത് കോൺഗ്രസ് പാർട്ടി നൽകുന്ന സന്ദേശം, അതാണ് ഞാൻ പറഞ്ഞത്, രോഗാതുരമായ ഒരു മനസ്സ് ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരവസരമാണ്. അപ്പോൾ കെ സുധാകരൻ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാം, അത് ചർച്ച ചെയ്യാം. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചതാണ്, അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞതാണ് എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ, എന്നിട്ട് എന്തുകൊണ്ട് അത് അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചില്ല? 3 തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ടെന്നറിയാം, നിലമ്പൂർ വരാനുണ്ടെന്നറിയാം, അത് വളരെ മുൻകൂട്ടി അറിയില്ല, പക്ഷേ ഇപ്പോൾ അറിയാം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന് മുൻപ് നടക്കേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ മുൻകൂട്ടി വരുമെന്നറിയാമല്ലോ. അതിന് മുൻപ് തന്നെ അധികാരം, പുതിയ ഒരു സ്ട്രക്ചർ KPCCക്ക് ഉണ്ടാകണം എന്ന തീരുമാനം കേന്ദ്രത്തിനുണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം ധൃതി പിടിച്ച് എല്ലാം കുളമാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഹൈക്കമാൻഡിന്റെ താല്പര്യം ഈ കേസ് മാറിയാൽ പകരം തലയെടുപ്പുള്ള ഒരു നേതാവ് വരുന്നു. അങ്ങനെ തലയെടുപ്പുള്ളൊരു നേതാവ് വന്നാൽ, ഹൈക്കമാൻഡിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയ ഒരു നേതാവ് വന്നാൽ അത് ഹൈക്കമാൻഡിന് രാഷ്ട്രീയ ഭീഷണിയാകും, അഥവാ ഹൈക്കമാൻഡിൽ ചിലർക്ക് രാഷ്ട്രീയ ഭീഷണിയാകും എന്നതുകൊണ്ടാണോ ഒരു ഹൈക്കമാൻഡിന് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ താങ്കൾ പറഞ്ഞു വരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്?
കുറച്ചുകൂടി വ്യക്തമാക്കാം, കുറച്ചുകൂടി ക്ലാരിറ്റി ആ കാര്യത്തിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ അരുൺ. അതായത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ന്യൂട്രൽ ആക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ത്രയം, അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ, ഇന്ന ആൾ തന്നെ കേരളത്തിൽ KPCC പ്രസിഡന്റായി വരണം എന്ന വാശിയൊന്നും അവർക്കുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഹൈക്കമാൻഡ് കേരളത്തിൽ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ആരോ അവരെ സംബന്ധിച്ചിടത്തോളം ഭാവി മുഖ്യമന്ത്രി പദമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ ആരെയും അംഗീകരിക്കരുത്. അതുകൊണ്ട് സാമാന്യം ദുർബലനായ, താരതമ്യേന ദുർബലനായ ഒരു KPCC പ്രസിഡന്റ് ഇവിടെ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളുടെ താല്പര്യത്തിന് അനുരൂപമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓർഗനൈസേഷണൽ പ്രിൻസിപ്പിൾ അല്ല, ഓർഗനൈസേഷണൽ താല്പര്യമല്ല, പാർട്ടിയുടെ താല്പര്യമല്ല, ചില സങ്കുചിത താല്പര്യങ്ങൾ കടന്നു വരുന്നു എന്ന് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ചിലർ വിശ്വസിച്ചാൽ അവരെ തെറ്റു പറയാനാവില്ല. അത് മാത്രമല്ല, സുധാകരനെ നീക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിന് പകരം കൊണ്ടുവരുന്നയാൾക്ക് അതാണ് കെ മുരളീധരൻ. നിലവിലുള്ള അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുപാട് ഓർമ്മക്കുറവുണ്ട് ഈ കേസിന്. പ്രായത്തിന്റെ പ്രശ്നവും ആരോഗ്യത്തിന്റെ പ്രശ്നവുമാണ്, നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ആ രീതിയിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നതും ശരിയല്ല. ഇത്രയും എക്സ്പീരിയൻസിലുള്ള, ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വായിച്ചാൽ അങ്ങ് പറഞ്ഞതുപോലെ കണ്ണൂരിൽ കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത കേസാണ്. പക്ഷേ ആ കെ സുധാകരന് അനാരോഗ്യം ഉണ്ടാവുന്നു, അത് ആർക്കും സംഭവിക്കാവുന്നതാണ്, എപ്പോഴും സംഭവിക്കാവുന്നതാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ CPM-ലാണെങ്കിൽ നോക്കൂ, എങ്ങനെയാണ് CPM-ന്റെ പാർട്ടി സെക്രട്ടറി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് പകരം ചുമതല ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അവസരമാണോ നഷ്ടപ്പെടുത്തുന്നത്? ഇപ്പോൾ 2 ഓപ്ഷനുകൾ പാർട്ടിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഒന്ന്, പകരം ഇദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കുക, ഇദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കുന്നത് മെനഞ്ഞാന്ന് നടന്ന ചർച്ചയിൽ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും, KC വേണുഗോപാൽ അവിടെ ഇല്ല, അപ്പോൾ ഇവർ രണ്ടുപേരും നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിട്ടുണ്ടാവുക അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ വിട്ടുനിന്നാൽ പകരം ഒരു സംവിധാനം ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ അത് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെയാണ് അദ്ദേഹത്തിന് പെട്ടെന്നുള്ള പ്രതികരണം വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: അനാരോഗ്യം മൂലം വിഷമിക്കുന്ന കെ സുധാകരനെ അദ്ദേഹത്തിന് താല്പര്യപ്രകാരം അദ്ദേഹത്തിന് ഒഴിഞ്ഞു നിൽക്കാനും പകരം അവിടേക്ക് താൽക്കാലികമായെങ്കിലും ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരികയോ വർക്കിംഗ് പ്രസിഡന്റിനെ കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നില്ലേ വേണ്ടത്? കെ സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്ന് ഡോക്ടർ മോഹൻ വർഗീസ് കരുതുന്നുണ്ടോ? ഇത് പിന്നെ ഡോക്ടർ അരുൺ, കെ സുധാകരൻ ഒരു മുൻനിർത്തി തിരഞ്ഞെടുപ്പിൽ നേരിടുക എന്ന് പറഞ്ഞാൽ അതിന് പകരം വരുന്ന ആള് വിഖ്യാതനായ ആളാണ്, യുഗപ്രഭാവനായ ആളാണ്, പെട്ടെന്ന് തന്നെ സംഘടനാ യന്ത്രത്തെ ചലിപ്പിക്കാൻ തക്ക ആളാണ് എങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇത് സൂചി കൊണ്ട് എടുക്കാവുന്ന ഒരു കാര്യം. കെ സുധാകരനെ മാറ്റാൻ തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കെ സുധാകരനെ ധരിപ്പിച്ചതിന് ശേഷം ഡൽഹിയിൽ ചെന്ന് രാഹുൽ ഗാന്ധി ആലിംഗനം ചെയ്ത് പടിക്കൽ വരെ വന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പിന്നെ പടിപ്പുര വരെ വന്ന് അദ്ദേഹത്തെ അയച്ചുവെന്ന് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയുകയാണ് കെ സുധാകരൻ തന്നെ. അപ്പം അദ്ദേഹത്തിനെ അവിടെ വെച്ച് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ ഒരു ഗുഡ് പറയാമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് സ്ഥിരീകരണമാകാമായിരുന്നു. അല്ലാതെ കേരളത്തിൽ വന്നതിന് ശേഷം കെ സുധാകരനിലെ ഒരു പോരാളി ഉണരുകയാണ്. കെ സുധാകരന് അപ്രതീക്ഷിതമായ ചില പിന്തുണകൾ കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നൊരു പിന്തുണ വരുമെന്നറിയാം. അത് വ്യക്തിപരമായ പിന്തുണയല്ല. കെ മുരളീധരൻ എല്ലാ കാര്യത്തിലും കാര്യമായ ആധികാരികമായിട്ട് തങ്ങളുടെ അഭിപ്രായം പറയുന്ന ആളാണ്. അതുപോലെ മറ്റ് ചില ആളുകളുടെ ഭാഗത്തു നിന്ന്, ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനൊരു ബദൽ, കെ സുധാകരനെ ബദലായി കൊണ്ടുവരുന്നത് ആരാണെങ്കിലും വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകും. പ്രത്യേകിച്ച് പറഞ്ഞു കേട്ട 2 പേരുകൾ, പിന്നെ ആന്റണിയുടെ പേരും അതുപോലെ സണ്ണിയുടെ പേരുമാണ് പറഞ്ഞു കേട്ടത്. ഈ പേരുകൾക്ക് വേണ്ട ഒരു പാൻ കേരള ബലമില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ പലരും രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു നേതൃമാറ്റം വേണമെന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് വഷളാക്കാതെ ഡൽഹിയിൽ വെച്ച് മിനിഞ്ഞാന്ന് തീർക്കാമായിരുന്ന ഒരു വിഷയം കെ സുധാകരൻ്റെ ഫൈറ്ററിനെ ഒന്നുകൂടി തട്ടി ഉണർത്തി ഒരംഗത്തിനുള്ള ബാല്യം കൂടെ തനിക്കുണ്ട് എന്ന് പറയത്തക്ക രീതിയിലേക്ക് എത്തിച്ചു വെച്ചതിൽ ഹൈക്കമാൻഡ് തന്നെയാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ എൻ ശ്രീകുമാറിലേക്ക് കൂടി പോയി വരാം. എൻ ശ്രീകുമാർ, 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നിലവിലുള്ള സാഹചര്യത്തിൽ ഇതേ ആരോഗ്യനിലയിൽ കെ സുധാകരന് അടുത്ത ഈ 3 തെരഞ്ഞെടുപ്പുകളെയും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അധ്യക്ഷ സ്ഥാനത്തിരുന്ന് കോൺഗ്രസിനെ നയിക്കാനുള്ള കഴിവുണ്ടാകുമോ? ക്വസ്റ്റ്യൻ നമ്പർ 1. കാരണം ഇതൊരു പ്രസിഡന്റ് കേന്ദ്രീകൃത പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ടെയോ ചേലക്കരയിലെയോ പോലെയല്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ക്വസ്റ്റ്യൻ നമ്പർ 2, AICCക്ക് പോലും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്താമെന്നിരിക്കെ
കേരളത്തിലെ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എൻ ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഇവിടെ രണ്ടുപേരും ചർച്ച ചെയ്ത് ഞാൻ കേട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ആർക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ പഴയ ചരിത്രം കൂടി ഒന്ന് ഓർമ്മിച്ചിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട്. KPCC പ്രസിഡന്റുമാരെ നോക്കിയിട്ടല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും വോട്ട് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ആര് KPCC പ്രസിഡൻ്റാണ്, ഇന്നയാളാണോ KPCC പ്രസിഡന്റ്, എങ്കിൽ ഞങ്ങൾ ഇന്ന രീതിയിലേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നൊന്നും നോക്കിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നേ വരെ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. പ്രഗത്ഭരായ KPCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, അപ്രശസ്തരായ KPCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, വളരെ ദുർബലരായ KPCC പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. അന്നൊക്കെ കോൺഗ്രസും UDFും ജയിച്ചിട്ടുമുണ്ട്. ശ്രീ ജേക്കബ് ജോർജിനൊക്കെ അറിയാതെ. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടി അല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവിടെ ഡോക്ടർ അരുൺ ചോദിച്ചതിൻ്റെ ആദ്യത്തെ കാര്യം പറയാം. സുധാകരൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആരാണ് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? ഏത് കോൺഗ്രസ് നേതാവാണ് സുധാകരൻ ആരോഗ്യമില്ലെന്ന് പറഞ്ഞത്? ഏത് ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ദീപാദാസ് മുൻഷി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദീപാദാസ് മുൻഷി പറഞ്ഞു എന്നോ? അല്ലല്ല, ഒരു റിപ്പോർട്ട് കൊടുത്തതൊക്കെ കോൺഗ്രസിനെ കുറിച്ചാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അത് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് സുധാകരൻ ആരോഗ്യമില്ല എന്ന് തീരുമാനിക്കേണ്ടത് ദീപാദാസ് മുൻഷിയുമല്ല, നമ്മളാരുമല്ല. സുധാകരൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നേരെ പത്രലേഖരി വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഡോക്ടറെ കണ്ട് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, അത് വ്യക്തിപരമായിട്ട് നിൽക്കട്ടെ. സുധാകരനെ മാറ്റുമെന്നാണല്ലോ ചർച്ച. ഇവിടെ പറയേണ്ട ഒരു വിഷയം പുനഃസംഘടന എന്നതാണ്. പുനഃസംഘടന, കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടക്കുന്നു. ആ പുനഃസംഘടന നടക്കുമ്പോൾ ചിലരെല്ലാം മാറേണ്ടി വരും. അങ്ങനെ മാറേണ്ടി വരുന്ന ഘട്ടത്തിൽ ആ പുനഃസംഘടനയെ KPCC പ്രസിഡന്റിനെ മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ചയൊക്കെ അവതരിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ആദ്യം മനസ്സിലാക്കുന്നവർക്ക് ഇതൊന്നൊരു വിഷയമേ മാറില്ല. അതുകൊണ്ടാണ് ഞാൻ KPCC പ്രസിഡന്റുമാരുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞത്. ആ പേരുകളൊക്കെ ഞാൻ പറയാതിരിക്കുന്നവരൊക്കെ മിക്കവാറും പേര് മരിച്ചു പോയിട്ടുള്ളവരാണ്, ചിലർ ജീവിച്ചിരിക്കുന്നുമുണ്ട്. പക്ഷേ ആ പേര് പ്രസക്തമല്ല. പക്ഷേ രാഷ്ട്രീയം അറിയുന്നവർക്ക് അറിയാം. കേരളത്തിലെ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലത്തും അതിനുശേഷവും ഒക്കെ KPCC പ്രസിഡന്റ് ആയിരുന്നവർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ചർച്ച എന്താണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരുന്ന ആളുടെ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെയാണ്. എന്തൊരു ദുരവസ്ഥയാണിത്. അതായത് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ ചിന്തിക്കാത്ത, കോൺഗ്രസ് നേതാക്കൾ പറയാത്ത കാര്യം മറ്റുള്ളവർ ചർച്ച ചെയ്യുക. ഈ ഒരു സിദ്ധാന്തം CPMൻ്റെയോ CPIയുടെയോ കാര്യത്തിൽ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദ മാഷ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് MA ബേബി വന്നപ്പോൾ ആ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. CPIയുടെ സെക്രട്ടറിയായിട്ട് ബിനോയ് വിശ്വം വന്നപ്പോൾ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ പഴയ ഏതോ ചിന്തകൾ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനി വരണം, മുസ്ലിം വരണം, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ ഈഴവനെ മാറ്റിയെന്നാണോ നിങ്ങൾ പറയുമോ? ഡോക്ടർ അരുൺ, താങ്കളൊരു കാര്യം ആലോചിക്കുക. വയലാർ രവിയും AK ആൻ്റണിയും തമ്മിൽ മത്സരിച്ചൂടെ? അങ്ങനെ മത്സരിച്ചപ്പോൾ ഈഴവ ക്രൈസ്തവ മത്സരം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആന്റണിയുടെയും വയലാർ രവിയുടെയും കരിസ്മയല്ലല്ലോ ആന്റണിക്കുള്ളത്. ആന്റണിക്ക് വേണ്ടി ചില വളരെ പ്രധാനപ്പെട്ട, അതും KCBCയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഉന്നതങ്ങളിൽ കൃത്യമായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ശ്രീകുമാർ. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ സോഴ്സിൽ തന്നെ അതുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ള അല്ല ഡോക്ടർ അരുൺ. ആദ്യം അത് മനസ്സിലാക്കുക. KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുള്ള ഒരു പദവിയാണത്. അത് ആൻ്റണിയാണോ, വിഷ്ണുനാഥാണോ, ഹൈബീഡനാണോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ, ബെന്നിയാണെന്നൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിച്ചോളും. ആര് വന്നാലും അവരുടെ രാഷ്ട്രീയമാണല്ലോ നമ്മളെ പറയുന്നത്. അത് ആ രാഷ്ട്രീയം പറയുന്ന ഒരു ആഹ്ലാദം കാണുകയാണ് നമ്മൾ. അത് ഇത്രയും ചെറുതാക്കി നിങ്ങൾ കോൺഗ്രസിനെ കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ചോളൂ, കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളവരെക്കുറിച്ച് വിമർശിച്ചോളൂ, അവരുടെ ആശയ പ്രചരണ രീതിയെക്കുറിച്ച് വിമർശിച്ചോളൂ, അവരുടെ പരസ്യ അഭിപ്രായത്തെക്കുറിച്ച് വിമർശിച്ചോളൂ. പക്ഷേ അവരുടെ ജാതിയെക്കുറിച്ച് നിങ്ങൾ പറയരുത്. അതായത് AK ആൻ്റണിയും വയലാർ രവിയും കരുണാകരനും അതുപോലെ തന്നെ R ശങ്കറും പട്ടം താണുപള്ളി അടക്കം ഇവിടെ പദവികൾ വഹിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ജാതി മതം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വികസിക്കുന്തോറുമാണോ നമ്മുടെ മനസ്സിൽ ഈ രാഷ്ട്രീയം, ഈ ജാതി വരുന്നത്? ഇവിടെ ആൻ്റണി കത്തോലിക്ക സഭയിൽ നിന്ന് ആൻ്റണിയെ നിർദ്ദേശിച്ചു എന്ന് ആരാ പറഞ്ഞത്? ഇനി കത്തോലിക്ക സഭ നിർദ്ദേശിച്ചാൽ അവർക്ക് അതിനുള്ള എന്താ അധികാരം? അവർക്ക് പറയാൻ എന്താ അവകാശം? കത്തോലിക്ക സഭയാണോ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്?
സമുദായ നേതാക്കൾ എല്ലാവർക്കും അവർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവും. അവരുടെ ആഗ്രഹമനുസരിച്ചിട്ട് KPCC പ്രസിഡന്റുമാർ വരണമെന്നുണ്ടാകും, മന്ത്രിയും മുഖ്യമന്ത്രിയും വരണമെന്നുണ്ടാകും. പക്ഷെ അത് കോൺഗ്രസ് നടപ്പുള്ള കാര്യമല്ല. ഉമ്മൻചാണ്ടിയെ ഒരു സഭ നമുക്കറിയാമല്ലോ. ഉമ്മൻചാണ്ടിയുടെ സഭയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ സഭയിലുള്ളവർക്ക് ഉമ്മൻചാണ്ടിയെ വിശ്വാസമായിരുന്നില്ല, മതേതരവാദിയെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ AK ആൻ്റണി ആരാ പറഞ്ഞത് കത്തോലിക്കനാണെന്ന് AK ആൻ്റണി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ AK ആൻ്റണിക്കെതിരെ സമരം നടത്തിയത് ജോസഫ് കുണ്ടുകുളത്തിൻ്റെ നേതൃത്വത്തിലുള്ള തൃശ്ശൂർ രൂപതയായിരുന്നില്ല അക്കാലത്ത് കോളേജ് വിദ്യാഭ്യാസ സമരകാലത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിന്ന് അതുപോലെ ഒരുപാട് ജാതിക്കും മതത്തിനുമെതിരെ പോരാടിയവരാണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇങ്ങനെ ഒരുപാട് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പുനഃസംഘടന ചെലുത്താതിരുന്ന ശക്തികൾ. പക്ഷേ അതേസമയം തന്നെ സമ്മർദ്ദം ചെലുത്തിയ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. 5-ാം മന്ത്രി വിവാദമൊക്കെ കേരളത്തിൽ ഉണ്ടാവുന്നത് ആരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ്, അതിനെ തുടർന്നുണ്ടാവുന്ന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ സുധാകരൻ തന്നെ മുന്നോട്ട് നയിച്ചാലും കോൺഗ്രസിന് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടില്ല എന്നാണോ ശ്രീകുമാറിന്റെ പക്ഷം? ആര് KPCC പ്രസിഡന്റ് ആകുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷയമല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ആർക്ക് KPCC പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുള്ള ഒരുപിടി നേതാക്കൾ കേരളത്തിലുണ്ട്. തുല്യരിൽ ഒന്നാമനാര്? അതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത്. തുല്യരായ നേതാക്കളിൽ ഒന്നാമതാര്? ആ ഒന്നാമൻ KPCC പ്രസിഡന്റ് ആകുമോ, അതല്ല പുതിയൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം അദ്ദേഹം തിരിച്ചു വന്നാൽ A ഗ്രൂപ്പ് ഒരു പക്ഷേ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള സാധ്യത. രണ്ട്, അദ്ദേഹം ഒരു യാക്കോബൈറ്റ് ആണ്, അദ്ദേഹം ഒരു കാത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടയാളല്ല. ഇത് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള ചർച്ചയിൽ നിന്ന് ലഭിക്കുന്നതാണ്, എൻ്റെ മാത്രം അഭിപ്രായമല്ല. പക്ഷേ എനിക്ക് ഒരാളുടെ പേര് കോട്ട് ചെയ്യാൻ കഴിയില്ല, താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട്. രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൂടാ? ഇത്രയും അധികം സംഘടനാ പാരമ്പര്യമുള്ള, പാർലമെന്ററി പരിചയമുള്ള ഒരു നേതാവില്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ പേര് മാറുകയും പകരം ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും പേരുകൾ പൊന്തി വരികയും ചെയ്യുമ്പോഴാണ് ഒരു സംശയം ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ആരുടെ സമ്മർദ്ദം, ആരുടെ താല്പര്യം, ഹൈക്കമാൻഡിന്റെ താല്പര്യം എന്താണ് ഈ വിഷയത്തിൽ? ഡോക്ടർ അരുൺ, ഇവരുടെ പേരുകൾ ആരാ പറഞ്ഞെന്ന് പറയൂ. ഏത് കോൺഗ്രസ് നേതാവാണ്, ഏത് ഗ്രൂപ്പാണ് ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ മുന്നോട്ട് വെച്ചത്? നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളല്ലേ അത്. ഞാൻ ചർച്ചയെ കുറ്റം പറയില്ല, വരണം. എല്ലാ നേതാക്കളുടെ പേരും വരണം. സണ്ണി ജോസഫിൻ്റെ പേരും ബെന്നി ബെഹനാൻ്റെ പേരും ആൻ്റണിയുടെ പേരും വരണം. ഇവർ 3 പേരും കഷ്ടപ്പെട്ടും അതുപോലെ തന്നെ പാർട്ടിയുടെ ഒപ്പം നിന്ന് വളർന്നവരാണ്. ഞാനും ആൻ്റണിയൊക്കെ ഒരു ഘട്ടത്തിൽ KSUവിൻ്റെ ഭാരവാഹികളായിരുന്നു. അദ്ദേഹം കോട്ടയത്ത്, ഞാൻ തൃശ്ശൂരുമായിരുന്നേ ഉള്ളൂ. ആൻ്റണിയുടെ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾ മനസ്സിലാക്കൂ. അദ്ദേഹം പത്തനംതിട്ടയിലെ MP ആയി നിന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ല എന്നർത്ഥമില്ല. അദ്ദേഹം പത്തനംതിട്ടയിലാണ് ഉണ്ടായിരുന്നത്, സുധാകരൻ കണ്ണൂരാണ് ഉണ്ടായിരുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഓരോരുത്തരും ഞങ്ങൾക്കറിയാമല്ലോ, KM ചാണ്ടി കോട്ടയത്തല്ലേ ഉണ്ടായിരുന്നത്, CV പത്മരാജൻ ചാത്തന്നൂരും കൊല്ലത്തല്ലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കൂ. ജേക്കബ് മറ്റേ എറണാകുളത്തല്ലേ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ KPCC പ്രസിഡന്റുമാരായിരുന്ന കേരളമാണിത്. അപ്പം നിങ്ങൾ ആ രീതിയിൽ കണക്കാക്കണ്ട. ഞാൻ പറയുന്നത്, ഇത് ആൻ്റണിയുടെ പേര് മുന്നോട്ട് വെച്ചാലും അതുപോലെ തന്നെ ബെന്നിയുടെയോ സണ്ണി ജോസഫിൻ്റെ ഒക്കെ പേര് മുന്നോട്ട് വെച്ചാലും ആരും മുന്നോട്ട് വെച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലില്ല. നമ്മൾ പറയുകയാണ് മുന്നോട്ട് വെച്ചു, പക്ഷെ അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുല്യരായ ഒരുപാട് നേതാക്കളുണ്ട്. ഈ നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഊഹിക്കുകയാണ്, VD സതീശൻ നായർ സമുദായം, സുധാകരൻ ഈഴവ സമുദായം, നമ്മളുടെ MM ഹസൻ മുസ്ലിം സമുദായം, അപ്പോൾ ക്രിസ്ത്യാനിയില്ല. അപ്പോൾ സുധാകരനെ മാറ്റിയാൽ ഈഴവനെ മാറ്റിയെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്. ഈ ചർച്ച ഇതല്ല ചർച്ച എന്താണ്? ഡോക്ടർ അരുൺ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ശ്രീ സുധാകരനെ വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് അതിനുള്ള ഉത്തരമാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ വെക്കുന്നത് എന്താ വെച്ചാൽ, പാർട്ടി കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ അവസാനത്തെ വാക്കായിട്ടും നൽകുക. എൻ്റെ ഡോക്ടർ അരുൺ, സുധാകരൻ്റെ കീഴിലല്ലേ ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഏത് കോൺഗ്രസ് നേതാവാണ് സുധാകരൻ ആരോഗ്യമില്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞത്? ഏത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സുധാകരനെതിരെ പ്രമേയം പാസ്സാക്കിയത്? ഏത് AICC നേതാവാണ് സുധാകരനെ മാറ്റണമെന്ന് നിർദ്ദേശം വെച്ചത്?
ആരും വെച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രീകുമാരെ, ദീപാദാസ് മുൻഷിയെ കണ്ട കേരളത്തിലെ മിക്ക നേതാക്കളും അവർ അവതരിപ്പിച്ച പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം, ഈ പ്രസിഡന്റിന് കീഴിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റൊരു വിഷയമല്ല, ഇദ്ദേഹം പറയുന്നത് ചില സമയത്ത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയുന്നത് തെറ്റിപ്പോകുന്നു. ഈവൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സംഭാഷണങ്ങൾ, മൈക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഒരു അനാരോഗ്യം എന്നുള്ളത് ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ഈ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ KS-നേക്കാൾ കുറച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് വരേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ലളിതമായ ചോദ്യം. അതിനകത്ത് അദ്ദേഹത്തിന് അനാരോഗ്യം ചർച്ച ചെയ്ത് നമ്മൾ അതിലേക്ക് വഴിതിരിച്ചു വിടേണ്ടതില്ല, അതൊരു പ്രധാന ഘടകമാണെങ്കിൽ കൂടി. അല്ല, അത് ഞാനത് ചർച്ച ചെയ്യുന്നില്ല. അതായത് ഡോക്ടർ അരുൺ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച ആദ്യമായിട്ടല്ല വരുന്നത്. VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞല്ലോ ആരോഗ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അച്യുതാനന്ദൻ്റെ മറുപടി എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം വെച്ച് വോട്ട് പിടിക്കാമെങ്കിൽ പിന്നെന്താ? എനിക്കൊന്ന് ചോദിച്ച ചോദ്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അച്യുതാനന്ദൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്നത്തെ പിണറായി പക്ഷം ഉന്നയിച്ചത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ചർച്ച ചെയ്തോളൂ, വിരോധമില്ല. പക്ഷേ ഇത് ആര് പറഞ്ഞു? ഒരാൾ പറയണ്ടേ? ഒരാൾ പറയണം. ഒന്നുകിൽ സുധാകരൻ പറഞ്ഞ എന്നെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇന്ന നേതാവ് പറഞ്ഞു എന്ന് പറയണം. ദീപാദാസ് മുൻഷി കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ KPCCക്ക് ട്രഷറില്ല, ഒരുപാട് ഭാരവാഹികളില്ല. ആ നിലയ്ക്ക് ചില മറ്റേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഒരു പുതിയ നേതാവിനെ വന്നാൽ, ഒരൊറ്റ സെക്കൻഡ്, ഒരു പുതിയ നേതാവിനെ വന്നാൽ ആ നേതാവിൻ്റെ ആശയത്തിന് പ്രസക്തി വരും. കാരണം എന്ന് വെച്ചാൽ അതുവരെയുള്ള നേതാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടാവും. ഇപ്പോൾ സുധാകരൻ വന്നപ്പോൾ, KPC പ്രസിഡന്റായി വന്നപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ന്റെ നേതൃത്വം അദ്ദേഹത്തിനെതിരെ പാർട്ടി മുഖപത്രത്തിലും മുഖപ്രസംഗം എഴുതാൻ പറഞ്ഞത്? ഡോക്ടർ അരുണിന് ഓർമ്മയുണ്ടോ? ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്തിന് KPCC പ്രസിഡന്റായി സുധാകരനെ തെരഞ്ഞെടുത്തു എന്നായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പത്രം എഴുതുമോ? MA ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കിയപ്പം വീക്ഷണമോ ചന്ദ്രികയോ ജന്മഭൂമിയോ ഏതെങ്കിലും പത്രം എഴുതിയോ? ബേബിയ എന്തിനാ ജനറൽ സെക്രട്ടറി ആക്കുന്നത്? അങ്ങനെ എഴുതിയ പത്രമാ CPM മുഖപത്രം. എന്താണ് ഭയം? ആ ഭയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാകാം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു തെളിവൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തീരുമാനിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, പോകാൻ പറഞ്ഞാൽ പോകും. പക്ഷേ ദീപാദാസ് മുൻഷിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പുനഃസംഘടനയുടെ കാര്യം വരുമ്പോൾ നേതാക്കൾ ചർച്ചാ വിഷയമാകാറുണ്ട്. അങ്ങനെ ചർച്ചാ വിഷയമാകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പുറത്തു പറയുമ്പോൾ അത് വിഭിന്നമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ ചില വിവാദങ്ങളിലേക്ക് വരാറുണ്ട്. അതിൽ കവിഞ്ഞൊന്നുമില്ല. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. KPCC പ്രസിഡന്റായിട്ട് ആരാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു കോൺഗ്രസ് നേതാവായിരിക്കും വരിക. അദ്ദേഹത്തിനൊരു ജാതിയിൽ ജനിച്ചു കാണും. ആ ജാതി പൊക്കിപ്പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു അപചയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹൈക്കമാൻഡോ എന്നാണ് ചോദ്യം. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനത്തിനെതിരെ സുധാകരൻ പടപൊരുതുകയാണ്. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, റജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ റജി ലൂക്കോസിലേക്ക് ഒന്ന് പോയാൽ, റജി ലൂക്കോസ്, സുധാകരൻ പറഞ്ഞ വാചകം ഇതാണ്: പിണറായിയെ താഴെ ഇറക്കിയിട്ടേ ഞാൻ പോകൂ, എന്നെ തൊടാൻ ആർക്കും കഴിയില്ല. അതാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ ഈ പറഞ്ഞതിന് എതിരായിട്ട് ഇതുവരെയും ഈ നിമിഷം വരെയും കോൺഗ്രസിൽ നിന്നൊരു വാക്കുപോലും വന്നിട്ടില്ല, കോൺഗ്രസിൽ നിന്നൊരു വാക്കുപോലും ഉയർന്നിട്ടില്ല. അതാണ് KS എന്ന് കരുതാൻ കഴിയുമോ റജി ലൂക്കോസ്? അല്ല, സുധാകരന്റെ അത്തരം ജൽപ്പനങ്ങൾക്ക് ഞങ്ങളാരും ചെവി കൊടുക്കാറില്ല. കാരണം ഒന്നാമത് തന്നെ സുധാകരൻ എന്താണ് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. പിന്നെ പിണറായി വിജയൻ ശത്രുത കൊണ്ട് പിണറായി വിജയനെതിരെയുള്ള വൃത്തികേട് പറഞ്ഞുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിലനിൽക്കുന്നത് വളരെ എസ്റ്റാബ്ലിഷ് ഒരു വസ്തുതയാണ്. ഇവിടെ അതല്ല വിഷയം, ഇവിടെ കോൺഗ്രസ് ആണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയോ ഡോക്ടർ അരുൺ, അതായത് പലതവണയായിട്ട് ശ്രമിക്കുന്നു രോഗിയും ദുർബലനും പ്രായാധിക്യവുമായിരിക്കുന്ന സുധാകരൻ അത് മാറ്റാനായിട്ട് കഴിഞ്ഞ 2 തവണ 6 പ്രാവശ്യം ഈ പാർട്ടി ശ്രമിച്ചിരിക്കുന്നു. അത് കൂടാണ്ട് തന്നെ ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കനകോലിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ദീപാദാസ് മുൻഷി പരസ്യമായിട്ട് തന്നെ പറഞ്ഞു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അത് സുധാകരൻ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് സമ്മതിച്ചു കഴിഞ്ഞു. ഈ ബഹുമാനപ്പെട്ട VD സതീശൻ ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെന്ന് പലതവണ ഹൈക്കമാൻഡിനെ വിളിച്ചു പറഞ്ഞിട്ടും ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിനെ ഡൽഹിയിൽ ക്ഷണിച്ചു വരുത്തി സംസാരിച്ച് താൻ ഹൈക്കമാൻഡ് പറയുവാണ് താൻ മാറാൻ തയ്യാറാണെന്ന് പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ സുധാകരൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഹൈക്കമാൻഡിനെ ധിക്കരിക്കാനുണ്ടായ ധൈര്യം എവിടെ നിന്ന് വന്നു? ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് എവിടുന്നാണെന്നറിയോ? VD സതീശനെ എതിരായി നിൽക്കുന്നവരും VD സതീശനെ അനുകൂലിക്കുന്നവരും തമ്മിൽ രണ്ടായിട്ട് ഈ പാർട്ടി കേരളത്തിൽ പിളർന്നിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പിന്നിൽ ആരൊക്കെയാ? സാക്ഷാൽ മുരളീധരൻ.
കെ മുരളീധരൻ ഇദ്ദേഹത്തിനോടുള്ള എതിർപ്പ് എന്താ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വടകരയിൽ നിന്നും തൃശ്ശൂർ കൊണ്ടുപോയി തോപ്പിച്ച് വടകരയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളായ MP ആക്കി ഇപ്പോൾ ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അവിടുന്ന് MLA ആക്കിയ VD സതീശനോടുള്ള കെ മുരളീധരന്റെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ശത്രു നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതേ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറഞ്ഞ പ്രസ്താവനയോട് അതിന് അടിവരയിടുന്നു. കൂടാതെ ശശി തരൂർ, രമേശ് ചെന്നിത്തല, ശശിധരനെ കുറിച്ച് VD സതീശൻ പറഞ്ഞ എന്താ, അദ്ദേഹം ഊതി വീർപ്പിച്ചൊരു ബലൂൺ മാത്രമാണെന്ന് പറഞ്ഞത്. ഒന്നാലോചിക്കുന്ന ഒരു ലോക പൗരനായ ലോകത്തിലെ മലയാളികളും അത്യാവശ്യം ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന ശശിധരനെ കുറിച്ച് ഇദ്ദേഹം കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പരസ്യമായിട്ട് പറഞ്ഞെന്താ, വെറും ഊതി വീർപ്പിച്ച ബിംബമാണെന്ന്. കാരണം നമ്മുടെ NSSലും മുസ്ലിം ലീഗിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അതിൽ അസഹിഷ്ണുത പോകേണ്ട VD സതീശൻ പറഞ്ഞൊരു കമന്റാണത്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പൊ മുഖ്യമന്ത്രി പദത്തിലേക്ക് തനിക്ക് ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞു കേരളത്തിൽ പൊടുന്നനെ രംഗത്തിറങ്ങി VD സതീശനെതിരെ കോപ്പ് കൂട്ടുന്ന ഈ രമേശ് ചെന്നിത്തല MM ഹസനെ പോലുള്ളവരുടെ പിന്തുണ ഇദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് ഹൈക്കമാൻഡിനെ ഇദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ഇദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് കൊടുക്കുന്ന രീതിയിൽ വാഹനത്തിൽ കയറ്റിവിട്ടത് എന്തുകൊണ്ടാ? ഇദ്ദേഹം മാറുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇന്നിപ്പോ അദ്ദേഹത്തെ തകിടം പറഞ്ഞിരിക്കുന്നു, ഭയന്നു പോയിരിക്കുന്നു. കേരളത്തിലെ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്, താൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഇതിനകത്ത് തുടരും, താൻ മാറുന്ന പ്രശ്നമില്ല, തനിക്ക് രോഗമുണ്ട്, താൻ ചികിത്സിച്ചോളാം, തന്നെ ആരും മാറ്റാൻ ശ്രമിക്കേണ്ട, താൻ മാറുന്നില്ല എന്ന് പറഞ്ഞ് ധിക്കാരം പറഞ്ഞ ഈ ധൈര്യം കാണിച്ച ഈ കെ സുധാകരനാണ് വാസവപുരാണെന്ന് കേരളത്തിൽ ചർച്ചാ വിഷയം. ഈ പാർട്ടിയുടെ ദൌർബല്യമാണ് കാണിക്കുന്നത്. ഇനി ശ്രദ്ധേയമായ 2 കമന്റുകൾ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുണ്ടെന്ന് മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞതാണ്, മുതിർന്ന നേതാക്കളെ പോലെ ഞങ്ങളും സംസാരിച്ചു തുടങ്ങിയാൽ അത് താങ്ങാനുള്ള ആരോഗ്യം ഈ പാർട്ടിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ പാർട്ടി ഒരു രോഗശയ്യയിലാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പണ്ട് ജി കാർത്തികേയന്റെ വായിൽ നിന്ന് വന്നൊരു വാചകം ഇന്ന് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞെന്താ, മുതിർന്ന നേതാക്കൾ പക്വത കാണിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വായിൽ നിന്ന് സംസാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ് ഡോക്ടർ അരുൺ? അതായത് കെ മുരളീധരനെ പോലുള്ളവരെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. കെ മുരളീധരന്റെ സഹോദരിക്കെതിരെ ഇദ്ദേഹം പറഞ്ഞ വാചകങ്ങൾക്ക് കെ മുരളീധരൻ കൊടുത്ത മറുപടി ഈ ചെറുപ്പക്കാരന്റെ വായിൽ നിന്നും മറ്റൊരർത്ഥത്തിൽ വന്നിരിക്കുന്ന. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഏകാധിപതിയെ പോലെ അപ്രമാദിത്വം കാണിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളെ ഒതുക്കി ഒരു എന്താ പറയുക, താനാണ് എല്ലാം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന VD സതീശനെതിരെയുള്ള പടപ്പുറപ്പാടാണ് ഈ കെ സുധാകരനിലൂടെ ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി 2ആയിട്ട് മാറിയിരിക്കുന്നു. കെ സുധാകരനെ നാളെ മാറ്റുമെന്നാണ് പറയുന്നത്, 6 മണിയോട്. ഇന്ന് 6 മണിക്ക് മാറ്റുമെന്ന് പറഞ്ഞു. മാറാൻ പറ്റിയില്ല. എന്തിനാണ് ഡോക്ടർ KC വേണുഗോപാലിനോട് ചൊവ്വാഴ്ച തന്നെ KC വേണുഗോപാലിനെ ഇന്ന് തിരക്കിട്ട് ഡൽഹിയിൽ വിളിപ്പിച്ചത് എന്തിനാണ് വിളിപ്പിച്ചത്? ആ വിളിപ്പിച്ചതിന്റെ അർത്ഥം എന്ന് പറയുന്ന റോബർട്ട് വധേരയുടെ നോമിനിയായ ആന്റോ ആന്റണി എന്ന് പറയുന്ന പത്തനംതിട്ടയ്ക്ക് കോട്ടയത്തേക്ക് അപ്പുറത്ത് പോലും ഒരു മനുഷ്യൻ പോലും അറിയാത്ത, അല്ലെങ്കിൽ അത്യാവശ്യം കോൺഗ്രസ് പ്രവർത്തകരെ ഫോട്ടോ കണ്ടാൽ നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ലാത്ത ഒരു കാര്യമാണിത്. ഈ റോബർട്ട് വാദ്രയ്ക്ക് ഇതിനകത്ത് എന്താ പങ്ക്? റോബർട്ട് വാദ്ര സംഘടനാപരമായി ഏത് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? എന്റെ അറിവിൽ റോബർട്ട് വാദ്ര സംഘടനാപരമായി ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. എന്തിന് പ്രിയങ്ക ഗാന്ധി പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം. ഫ്രം സോഴ്സസ് നമ്മൾ ഈ പറയുന്ന ഈ റോബർട്ട് വാദ്രയുടെ മറ്റേതോ ചാനലാണ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോബർട്ട് വാദ്രയ്ക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. റോബർട്ട് വാദ്രയുടെ പേര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് ക്രിസ്ത്യൻ സമുദായം ആ രീതിയിലേക്ക് ഒരു നരേഷൻ പോകും എന്ന മട്ടിലാണ്. അങ്ങനെയല്ല. ആന്റോ ആന്റണിക്ക് വേണ്ടി പറയാൻ ഇവിടെ KCBCയുടെ നേതാക്കളുണ്ട്. ബിഷപ്പുമായിട്ട് അടുത്ത ബന്ധമാണ്. വേണമെങ്കിൽ അവർ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ റോബർട്ട് വാദ്രയുടെ പേര് വലിച്ചെടുക്കുന്നത് എന്തിനാണ്? അതിൽ വരുന്നതിനും ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ ലാസ്റ്റ് പറഞ്ഞതിനെ കുറിച്ച് എനിക്കിത് പ്രതികരിക്കാനുണ്ട്. ആന്റോ ആന്റണിയുടെ KCBC കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് കേരള അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ശുദ്ധ അസംബന്ധം. എനിക്കറിയാം, ഞാൻ പാലായിൽ താമസിക്കുന്ന ഒരാളാണ്. എന്താ കാരണം അറിയോ? ആന്റോ ആന്റണിയുടെ ക്രിസ്ത്യൻ നോമിനിയായിട്ട് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനും അംഗീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് പെന്തിക്കോസ് കമ്മ്യൂണിറ്റി ആയിട്ടാ. നിങ്ങൾ വേണേ കോട്ടയത്തെ റിപ്പോർട്ടോട് ചോദിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കുടുംബം ഇൻവെർട്ടർ കോമ, അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം വർഷങ്ങളായിട്ട് പെന്തിക്കോസ് പ്രാക്ടീസ് നടത്തുന്നവരാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടുന്നു ഡോക്ടർ അരുൺകുമാർ തോന്നുന്നുണ്ട്. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നത്, ഞാൻ ആന്റണിയോട് നല്ല ബന്ധമാണ്, അടുത്ത ബന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിമീസ് തിരുമേനിക്ക് അല്ല, ബന്ധങ്ങളാണ്. ക്ലീമിസ് തിരുമേനി എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ അവസാനത്തെ വാക്കൊന്നുമില്ല. അത് ദയവായിട്ട് മനസ്സിലാക്കുക. മലങ്കര കത്തോലിക്ക സഭയുടെ അധിപനും ഒരു കർദിനാൾ സ്ഥാനമുള്ള ഈ പറയുന്ന ക്ലീമിസ് തിരുമേനി
ക്ലീബി സിനിമയിൽ 2 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടത്തിയില്ല? നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. എന്താ നടത്തിയത്? അവിടെ മൈനോറിറ്റി കമ്മീഷന്റെ ദേശീയ ചെയർമാൻ ആയിരുന്ന ഒരു സിഖുകാരനെ വിളിച്ചുകൊണ്ട് വരുത്തി BJPക്ക് പിന്തുണ കൊടുക്കാനായിട്ട് പടം പൊഴിഞ്ഞ രാഷ്ട്രീയ അസ്തമനത്തിലെത്തിയ കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് അധ്യക്ഷനാക്കിയിട്ടൊരു സമ്മേളനം നടത്തി. ആ അധ്യക്ഷന്മാരുടെ ഒപ്പം സ്റ്റേജിൽ കുറെ ആളുണ്ടായിരുന്നു. അവസാനം തികയാതെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ സെമിനാരിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്നാണ് കാണികളാക്കിയത്. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലീമി സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസ സമൂഹത്തിനെയും ഈ കത്തോലിക്ക സഭയുടെ മെത്രാന്മാരെയും ഈ രീതിയിൽ നിങ്ങൾ അളക്കരുത്. ഞാൻ പരസ്യമായിട്ട കാര്യം പറയുക. അതാണ് അതിന് വസ്തുത. കത്തോലിക്ക സഭ ഇങ്ങനൊന്നും ഇടപെടത്തില്ല. 2016 മുതൽ ഡോക്ടർ അരുൺ അറിയാവുന്ന എന്നേക്കാൾ ബുദ്ധിമാന രാഷ്ട്രീയ നിരീക്ഷകൻ അങ്ങേക്കറിയാം. 2016 മുതൽ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഞാൻ ഇടതുപക്ഷ സഖ്യാതിനായിട്ട് പറയുന്നതല്ല, കാരണമുണ്ട്. നിങ്ങൾക്കൊരു കണക്ക് ഞാൻ തരാം. തൃശ്ശൂർ മുതൽ അങ്ങ് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ MLA-മാരുടെ ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സഹായവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ലല്ലോ. ഇടുക്കി കിട്ടിയില്ല. കൂട്ടത്തോടെ പ്രളയമായിരുന്നു. ഡാം തുറന്നു വിട്ട പോലെ പോയത് ഡീൻ കുര്യാക്കോസിനോടൊപ്പം. കോട്ടയത്ത് ആരാ നിർത്തിയത്? ചാഴിക്കാടനെ നിർത്തി. ഫ്രാൻസിസ് ജോർജിന്റെ പക്കലേക്ക് ഒഴുകിയ വോട്ടോ, കത്തോലിക്ക സമുദായത്തിൽ ഇതൊക്കെ പോയ വോട്ടിന് കൈയും കണക്കുമില്ല. അങ്ങനത്തെ ഈ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KCBCയുടെ വോട്ട് പോയത് കംപ്ലീറ്റ് ഭൂരിപക്ഷം വോട്ടും പോയത് UDF-ലേക്കാണ്. അതിനെന്താ സംശയം? വളരെ വ്യക്തമായ മറുപടി പറയാം. 2019 കേരളത്തിൽ 19 സീറ്റിൽ ജയിച്ചാരാ? UDF ജയിച്ചു. ഞങ്ങൾക്ക് ഒറ്റ സീറ്റ് കിട്ടുള്ളൂ. ആലപ്പുഴയിൽ 11,200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആരിഫ് ജയിച്ചത്. ഇത്തവണ 18 സീറ്റ് കിട്ടി UDF-ന്. ഒന്ന് BJP കൊണ്ടുപോയി, ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു, ബഹുമാനപ്പെട്ട K. രാധാകൃഷ്ണൻ. അത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സെന്ന് പറയുന്നത് കേന്ദ്രത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടുന്ന CPM പോലും അംഗത്തുള്ള ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം ശക്തമായിട്ടും BJPക്കെതിരെ വരണമെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യൻ അതൊന്നുമല്ല. കേരളത്തിൽ തോറ്റു ഇടതുപക്ഷം എന്നുള്ളതാണ് ഒറ്റ വാചകത്തിൽ ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞത്. അതിന് കാരണങ്ങൾ പലതായിരിക്കും. ഒരൊറ്റ കാര്യം റജി ലൂക്കോസ്, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ അസ്വസ്ഥത എന്ന് പറയുന്നത് ഇന്നിപ്പോ KC വേണുഗോപാൽ പറഞ്ഞ വിഷയമാണ്. എന്താ KC വേണുഗോപാൽ പറഞ്ഞത്? ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ നിങ്ങൾക്കൊന്നും വീണ് കിട്ടുന്നില്ല. പാർട്ടിയിൽ നിന്ന് ഒരു നേതാവും, K. മുരളീധരൻ മാത്രമാണ് ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്നത്. അതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. VD സതീശൻ പ്രതികരിച്ചിട്ടില്ല. KC വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോടാണ് പറഞ്ഞത്, ഞങ്ങളുടെ സംഘടനയിലെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി, K. സുധാകരനെ എങ്ങനെയെങ്കിലും മാറ്റണം, അതാണ് കേരളത്തിലെ CPM-ന്റെ ആവശ്യം. അതാണ് ഇപ്പോൾ റജി ലൂക്കോസ് പറയുന്നത്. അത് ഫലിക്കുന്നില്ല എന്നേ മനസ്സിലാക്കേണ്ടു. അല്ല, ഞങ്ങളുടെ ആവശ്യമില്ല. അവർ വിട്ടിരിക്കുന്ന നിരീക്ഷക ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ മാറ്റണം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് K. സുധാകരൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ CPM-നാണ് ഇദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ള നിർബന്ധമുള്ളത്. ആ പാർട്ടിയുടെ നിരീക്ഷകര് ഒരു ഇതര സംസ്ഥാനം എന്ന് പറഞ്ഞ് കേരളത്തിലെ സ്ഥാനാർത്ഥി പോലും നിർണ്ണയിക്കുന്ന ഒരു ഇതര സംസ്ഥാന ഇവരുടെ ശമ്പളം പറ്റുന്ന കനകോല് പറഞ്ഞിരിക്കുന്ന എന്താ? ഇദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ ഈ കളി കണ്ടുകൊണ്ടിരിക്കുക. ഇതുങ്ങൾ തമ്മിലടിച്ച് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാ. ഞങ്ങൾ ദേശീയ തലത്തിലൊന്നും ഈ കോൺഗ്രസ് ഇല്ലാതാണെന്ന് ചിന്തിക്കുന്നില്ല. ഡോക്ടർ അരുൺ, വളരെ വസ്തുതയുള്ള കാര്യമാണ്. കേരളത്തിൽ ദുർബലമായിരിക്കുന്നത് ഇതിന് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ ഇന്ന് ആരാ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാ. നേതാക്കൾ പക്വത പാലിക്കണം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് ആരാ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ഞങ്ങളെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾ 3-ാം വട്ടവും ഇവിടെ 100-ന് മുകളിൽ സീറ്റ് കേട്ടി വിജയിക്കുന്നുള്ളവരും ഡോക്ടർ അരുൺകുമാറിനും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. കാരണം ഇവരെ ആരെങ്കിലും അധികാരത്തിലെത്തിക്കും? ഒരു ദുർബലനായ ഒരു ഈ വിഷയത്തിൽ. കാരണം അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ വളരെ ശക്തമായ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ടാപ്പ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ ഫലമൊക്കെ മറ്റൊന്നാവും. ഞാൻ തിരിച്ചു വരാം. ഹൈക്കമാൻഡോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി ചർച്ചയിൽ N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ഒപ്പം റജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ജേക്കബ് ജോർജും ഡോക്ടർ മോഹൻ വർഗീസും രാഷ്ട്രീയ നിരീക്ഷകരും തത്സമയം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസിന് ഇനി അല്പസമയം കൂടി മാത്രമേ നമ്മുടെ ചർച്ചയിൽ തുടരാൻ കഴിയൂ. ഞാൻ അതുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് ഒന്ന് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, നിലവിലിപ്പോൾ N. ശ്രീകുമാറിന്റെ അനാലിസിസ് താങ്കൾ കേട്ടു. N. ശ്രീകുമാർ അതിനെ അനലൈസ് ചെയ്യുന്നത് ഏത് കോൺഗ്രസ് പ്രസിഡന്റ് വന്നാലും കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിക്കേണ്ടതിന്റെ പരമാവധി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. പ്രസിഡന്റിനെ നോക്കിയിട്ടല്ല കേരളത്തിലെ ഏതെങ്കിലും വോട്ടർമാർ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നത്. കോൺഗ്രസിലെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അത് കോൺഗ്രസിന്റെ സംഘടനാ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവാണ്, UDF-ന്റെ ഭാരവാഹികളുണ്ട്, മറ്റ് നേതാക്കളുണ്ട്. അവർക്കൊക്കെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാനുള്ള കാര്യപ്രാപ്തിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രസിഡന്റ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ തുല്യരിൽ മുൻപിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കും. അത് സ്വാഭാവികമാണ്. അതിന് പേരിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വസ്തുത മനസ്സിലാക്കാതെയാണ് എന്നാണ് ശ്രീകുമാർ പറയുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അത് തന്നെയാണ് KC വേണുഗോപാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അല്ല, അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. പിന്നെ ശ്രീ കെ.സി. വേണുഗോപാലിനും കോൺഗ്രസ് പാർട്ടി പ്രതിനിധീകരിക്കുന്ന എൻ ശ്രീകുമാർ സാറിനും ഒക്കെ പറയാൻ സാധിക്കുന്നത് തന്നെയാണ് പറയുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഡൈനമിക്സ് ഉണ്ട്. ആര് പ്രസിഡന്റ് ആണ് എന്ന് നോക്കിയല്ല, ഒരു കോൺഗ്രസ് ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ട് ആളുകൾക്ക്. അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രധാന ബെനിഫിറ്റ് എടുക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് അത് ആര് നേതാവെന്ന് നോക്കിയിട്ടല്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് കുറച്ചുകൂടെ ഗൗരവമായ പരിഗണനയാണ്. ഇവിടെ കെ സുധാകരൻ ടോട്ടലി ഒരു ഇന്നോക്യുവസ്, ഒരു യാതൊരു ആർക്കും ഒരു ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു നേതാവല്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ശത്രുക്കളില്ലെന്ന് തന്നെ പറയാം. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കുന്ന ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പാർട്ടി അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചത്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ആര് പ്രസിഡന്റ് ആകുന്നു എന്നത് പൊതുസമൂഹം കൂടി, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ഒരു കാര്യമല്ല. കാരണം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇല്ലാത്തൊരു പ്രത്യേകത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് ഒരു മാസ് പാർട്ടി എന്നുള്ള നിലയിൽ ഏറെക്കാലമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനൊക്കെ നടുനായകത്വം വഹിച്ച ഒരു കോൺഗ്രസ് സിസ്റ്റം എന്നൊക്കെ പറയുന്നതിന് കേവലം സംഘടനാ രാഷ്ട്രീയത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മാത്രം വിശകലനം ചെയ്യാവുന്ന ഒന്നല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് സഭകളല്ല, സമുദായങ്ങളല്ല, ആരുമല്ല, മാധ്യമങ്ങളല്ല, അത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. പക്ഷെ തീരുമാനിക്കുന്ന രീതി തീർച്ചയായും മാധ്യമങ്ങൾ വിശകലനം ചെയ്യും, പൊതുസമൂഹം വിശകലനം ചെയ്യും. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കെ സുധാകരനെ മാറ്റാൻ ഒരു ധാരണയുണ്ടെങ്കിൽ കൃത്യമായി അദ്ദേഹം മാറിപ്പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മുൻകാലങ്ങളിലെ പ്രസിഡന്റുമാരെ നാണം കെടുത്തി വിട്ടതുപോലെ വളരെ നാടകീയമായി ചിലപ്പോൾ നിന്ന നിൽപ്പിന് തന്നെ തെന്നല ബാലകൃഷ്ണപിള്ള ഒക്കെ കൊണ്ടുവന്ന വൻ വിജയം 2001 കേരള മുഖ്യമന്ത്രിയാവുന്നു. പെട്ടെന്ന് ബാലകൃഷ്ണപിള്ള ഇറങ്ങിപ്പോയത് കൂടി നമുക്കറിയാം എങ്ങനെയാണെന്ന്. ഓട്ടോറിക്ഷയിൽ കയറിയാണ് പോയി. ഓട്ടോറിക്ഷയിൽ കയറി ഒരു കാറ്, ഔദ്യോഗിക കാറ് പോലും ഇല്ലാതെ ഓട്ടോ വിളിച്ച് പാവത്തിന് വീട്ടിൽ പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നന്ദികേടിൻ്റെ പരകോടിയിൽ നിന്നാണ് പലപ്പോഴും KPCC പ്രസിഡന്റുമാർ പടിയിറങ്ങിയത്. കെ സുധാകരൻ ഒരു ഫൈറ്റർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഓണറബിൾ ഒരു എക്സിറ്റ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം. ആ രീതിയിൽ വരെ അടുത്തടുപ്പിച്ച് വന്നു. കാരണം ഡൽഹിയിൽ ചെന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ച് വിടാൻ, എന്നാൽ ഒരു വാക്കുകൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, താങ്ക് യു വെരി മച്ച്, അവിടെ തന്നെ പ്രഖ്യാപനവും വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ശ്രീ ജേക്കബ് ജോർജിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഈ കൺഫ്യൂഷൻ വളരെ എളുപ്പം ഒഴിവാക്കാമായിരുന്നല്ലോ. ഇന്ന് KC വേണുഗോപാലിനോട് ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ചോദിക്കുന്നുണ്ട്, പ്രസിഡന്റിനെ മാറ്റാൻ തീരുമാനമില്ലേ? ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും കെ സുധാകരൻ തുടരുമെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാമല്ലോ വേണമെങ്കിൽ. അങ്ങനെ ഒരു തീരുമാനമില്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഒറ്റ വാചകത്തിൽ പറയാം. പക്ഷെ അതിന് മറുപടി പറയുന്നില്ല. മാറ്റാം, മാറ്റാതിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. മാറ്റുന്നില്ല എങ്കിൽ മാറ്റുന്നില്ല, മാറ്റുന്നു എന്നാണെങ്കിൽ മാറ്റുന്നു. ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞ് കൺഫ്യൂഷനിലാക്കുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്, ഇന്ന് ഈ മുതിർന്ന നേതാക്കളെ തെറ്റിദ്ധരുത്താൻ ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ശ്രീ ജേക്കബ് ജോർജ്. അല്ല, യൂത്ത് കോൺഗ്രസിന് അവകാശമുണ്ട്. പണ്ട് G. കാർത്തികനൊക്കെ അത് ചെയ്തതാണല്ലോ. നമുക്കറിയാമല്ലോ, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ചരിത്രം കൂടിയാണ്. അവരാണ് പലപ്പോഴും പല സാഹചര്യത്തിലും പല സന്ദർഭങ്ങളിലും മാതൃപാർട്ടിക്ക് മാതൃകയായിട്ടുണ്ട്. MA ജോൺ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും കരുപ്പിടിപ്പിച്ചത് എങ്ങനെയാ? സമുദായങ്ങളുടെ തിണ്ണം നിരങ്ങാൻ പോകരുത് നമ്മുടെ നേതാക്കൾ എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ച് ഉറപ്പിച്ചാണ് അവരെയും കൂട്ട് പൊതുരംഗത്തേക്ക് വിട്ടത്. അതാണ് ആന്റണിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ തുടർന്നത് എന്നും കൂടി ഓർക്കണം. ഇന്നിപ്പോ ബിഷപ്പുമാരൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിനെ വിളിച്ച് ഞങ്ങളുടെ ആളിനെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. അത് കോൺഗ്രസിന്റെ തത്വങ്ങൾക്ക്, കോൺഗ്രസിന്റെ ചരിത്രത്തിന് ഒക്കെ എതിരാണ്. അത് ശരിയാകുകയില്ല എന്നതിനാണ് എന്റെ അഭിപ്രായം. പക്ഷെ രണ്ടാമതൊരു കാര്യം, കെ സുധാകരനെ വെച്ചും കൊണ്ട് കെ സുധാകരന്റെ അധ്യക്ഷന് അതൊക്കെ കാര്യം പോട്ടെ, സംഘടനയാണ് പ്രധാനം. പക്ഷേ സംഘടന എത്ര കണ്ട് ശക്തമാണ്? ശ്രീകുമാർ പറഞ്ഞുവല്ലോ, സംഘടനയാണ് പ്രധാനം, സംഘടന പ്രധാനമാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് എന്ന സംഘടന അങ്ങനെ ഊട്ടി ഉറപ്പിച്ച് വലുതാക്കി വിപുലപ്പെടുത്തി പക്വത വരുത്തിയെടുത്ത പാർട്ടിയാണോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു പ്രസിഡന്റിനെ മാറ്റിയതുകൊണ്ട് കാര്യമാവില്ല. ഒരു പുനഃസംഘടന അതൊരു പരീക്ഷണം മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഹൈക്കമാൻഡിന് മുതിർന്നാൽ തീർച്ചയായിട്ടും അതിന് അവർ തന്നെ കണ്ടുപിടിച്ച കാരണങ്ങൾ അനവധിയുണ്ടാകും. അതുകൊണ്ട് ആ തീരുമാനത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്.
കാലികമാണത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അരുൺ, ഞാൻ മറ്റതിഥികളിലേക്ക് പോകാൻ സമയമില്ല, കാരണം സമയത്തിനൊരു പരിമിതിയുണ്ട്. Debate with Dr. Arun Kumar.